ഹലോ ഡിയേഴ്സ്, നിങ്ങളിപ്പം പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് റിസൾട്ട് എന്താകും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സോ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് പോകാം. ആദ്യം ഞാൻ എക്സാമിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് എന്നാണ് അതിനകത്ത് പൊതുവെ ഈ ഒരു സമയം അതിനകത്ത് പറയാം. ആദ്യം പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റിൻ്റെയാണ് വരിക. കാരണം കഴിഞ്ഞ വർഷം നോക്കൂ നിങ്ങൾ, മാർച്ച് 29 ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു ലാസ്റ്റ്. അത് കഴിഞ്ഞ് 29, പിന്നെ അറൗണ്ട് ഒരു മാസം മെയ് 5 പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് റിസൾട്ട് വന്നു. പിന്നെ മെയ് 22 പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ആദ്യം പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റിൻ്റെയാണ് വരുന്നത്, പിന്നെ പ്ലസ് ടുവിൻ്റേത് വരും. രണ്ടും കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ സയൻസ് സബ്ജക്റ്റുകൾ 36 മതി അതിനകത്ത്, പ്രാക്ടിക്കൽ ഇല്ലാത്തതാണെങ്കിൽ 48. അപ്പോൾ ആദ്യം പ്ലസ് വണ്ണിൻ്റേത് വരും, പിന്നെ പ്ലസ് ടുവിൻ്റേത് വരും. രണ്ടും കൂടി ഈ ഒരു മാർക്കിലോട്ട് എത്താൻ സാധിച്ചാൽ നിങ്ങൾ പാസ്സായി എന്നുള്ളതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇത്തവണയാണെങ്കിൽ മാർച്ച് 27 നിങ്ങളുടെ മാത്സ് എക്സാം. മാത്സ് അത് പൊതുവേ എന്തായിരുന്നു, മാത്സ് പ്ലസ് ടുവും അതിനകത്ത് ഡിഫിക്കൽട്ടായി, പ്ലസ് വണ്ണും അതിനകത്ത് ഡിഫിക്കൽട്ടായി എന്നുള്ളതാണ്. ചില എക്സാമുകൾ ഇതിനകത്ത് അതുപോലെ തന്നെ പ്ലസ് വൺ ഫിസിക്സ് ആണെങ്കിലും അതിനകത്ത് ഡിഫിക്കൽട്ടായിരുന്നു, പ്ലസ് ടു ഫിസിക്സ് മോഡറേറ്റ് ആയിരുന്നു. ബയോളജി ആണെങ്കിൽ പ്ലസ് ടു ബോട്ടണി കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നെങ്കിലും പ്ലസ് വൺ സുവോളജി കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. പ്ലസ് വൺ ബയോളജി ആണെങ്കിൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കെമിസ്ട്രി പിന്നെ രണ്ടിലും എളുപ്പമായിരുന്നു. നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടായി തോന്നിയത്, ഫീൽ ചെയ്തത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാം എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഇനി എക്സാമിൻ്റെ അപ്പോൾ ഇത്തവണ അതിനകത്ത് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഡിലേ വരാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കാരണം 2 തവണ അതിനകത്ത് ഒരു ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സമയം, പിന്നെ മറ്റൊന്ന് അതിൻ്റെ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് മെയ് 4 ആ ഒരു സമയത്തും ഒക്കെ ചെറിയ ഡിലേ വരുന്നതുകൊണ്ട് തന്നെ ഇത്തവണ എനിക്ക് അതിനകത്ത് മെയ് 5 വരാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. എക്സാക്ട്ലി ഏത് സമയത്ത് വരാം എന്നൊക്കെ നമുക്ക് പറയാം. പിന്നീട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ പേടിക്കേണ്ട, കൂൾ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് മുന്നോട്ട് പോകൂ. കാരണം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. നിങ്ങളിപ്പം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഇൻ കേസ് മാർക്ക് കുറഞ്ഞു പോയാൽ പോലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ എന്ന് പറയുന്ന ഒരു എക്സാം നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മാർക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകൾ കുറഞ്ഞു, ഒരു സബ്ജക്റ്റ് കേട്ടോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്, പ്ലസ് ടുവിൻ്റെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്. ഇനിയിപ്പം നിങ്ങൾ ഈ പാസ് മാർക്കിലോട്ട് എത്തിയില്ല, രണ്ടിലും കൂടി നമ്മൾ പറഞ്ഞല്ലോ 36 അല്ലെങ്കിൽ 48, അതിലോട്ട് എത്താൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഞാൻ പറഞ്ഞു 1 മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എക്സാം, അതായത് ഇപ്പം മെയ് 22 കഴിഞ്ഞ വർഷം അതിനകത്ത് റിസൾട്ട് വന്നു. ഇത്തവണയും ആ ഒരു 3rd വീക്ക് അല്ലെങ്കിൽ 4th വീക്ക് വരും റിസൾട്ട് എന്തായാലും. അപ്പം അതിനകത്ത് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ് മാർക്കിലോട്ട് എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇൻ കേസ് എന്തെങ്കിലും റീസൺ വഴി മാർക്ക് കുറഞ്ഞു പോയാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നീട് 1 മന്ത് കഴിഞ്ഞിട്ട് ഒരു ജൂൺ ഒരു 23rd ഒക്കെ ഇത്തവണ ആ ഒരു ഡേറ്റിലൊക്കെ ആയിരിക്കും സാധ്യത, പ്രൊബബിൾ ഡേറ്റ് ആണ് ഏകദേശം ആ ഒരു റേഞ്ച്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വീണ്ടും എഴുതാം. ഒരു അറൗണ്ട് 1 മന്ത് അവിടെ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക, ഇമ്പ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സേ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ വെക്കാം. നിങ്ങൾ അതിനകത്ത് ജോയിൻ ആകാം. നിങ്ങൾക്കപ്പം അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒക്കെ, അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വരും. അപ്പം അതിനകത്ത് അതൊന്നും നിങ്ങൾ മിസ്സാകില്ല. കാരണം അതിനകത്ത് ആപ്ലിക്കേഷൻ്റെ സമയം കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഞാൻ അതിനകത്ത് പറയും. അപ്പം ചിലപ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലോ 25, 30 ആ ഒരു കഷ്ടി ആ ഒരു 25, 30 ദിവസം, ചിലപ്പോൾ 25 ദിവസം കിട്ടാം, അല്ലെങ്കിൽ 30 കിട്ടാം, അല്ലെങ്കിൽ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പം ആ ഒരു സമയം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാച്ചിലൊക്കെ സ്റ്റുഡൻസ് കണ്ടോ, ഇവർ സാബ് ബാച്ചിൽ ജോയിൻ ആയതാട്ടോ. ആദ്യം നമ്മുടെ ബാച്ചിലുള്ളവരല്ല, ഫെയിൽ ആയതിനു ശേഷം എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാകണമെന്ന ആഗ്രഹത്തോടെ വന്നവരാണ്. അപ്പം എന്നിട്ട് പോലും കണ്ടോ, അവർക്ക് പ്ലസ് ടുവിൻ്റെ മാത്രം റിസൾട്ട് കൊണ്ട് തന്നെ അവർ ഡബിൾ പാസും അതിനപ്പുറവും നേടി. അപ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ഇപ്പോൾ 1, 2 എന്തായിക്കോട്ടെ നിങ്ങളുടെ മാർക്ക്, ഒരു മാർക്കാണെങ്കിൽ പോലും ഇവിടുത്തെ 2 കൂടി വെച്ച് കഴിഞ്ഞാൽ 40 ആയില്ല, 2 കൂടി കൂട്ടി നോക്കിയിട്ട് പാസ്സായാൽ മതി. അല്ലാതെ പ്ലസ് വൺ മാത്രം അങ്ങനെ പാസ്സാവണമെന്നില്ല, മനസ്സിലായില്ലേ? അപ്പം പ്ലസ് വണ്ണിൽ ഇപ്പോൾ ഇവർക്ക് ഒരു മാർക്കാണെങ്കിൽ പോലും ഇവർ പ്ലസ് ടുവിൽ 39 ആയില്ലേ, മൊത്തം 40 മാർക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ പാസ് അല്ല അതിനപ്പുറവും നേടാൻ നമ്മുടെ ബാച്ചിൽ അതിനകത്ത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും കേസിൽ മാർക്ക് കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് പ്ലസ് ടുവിലെ മാർക്ക് മാത്രം അത് ഒന്ന് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലേ അതിനകത്ത് നിങ്ങൾക്ക് ഡബിൾ പാസ് അല്ല, പ്ലസ് വണ്ണിലെ മാർക്കും പ്ലസ് ടുവിലെ മാർക്കും ഒരുമിച്ച് തന്നെ അതിനകത്ത് ഈ ഒരു എക്സാം വഴി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ അതിനകത്ത് വറീഡ് ആവണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഒരുപാട് കേസുകൾ ഇവർ കണ്ടോ, ഒറ്റയടിക്ക് പ്ലസ് ടുവിലെ കുറഞ്ഞ സമയം കൊണ്ട് 32, ഇവരൊക്കെ 2 സബ്ജക്റ്റുകളൊക്കെ ഫെയിൽ ആയവരാണ്. 2ലും നല്ല മാർക്കിൽ അതിനകത്ത് നേടാൻ സാധിച്ചു എന്നുള്ള ഈ ഒരു കേസ് നോക്കി. 6 മാർക്ക് ഇതിനകത്ത്, ഇതിപ്പം ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, കെമിസ്ട്രി, ഇവർ കെമിസ്ട്രിയുടെ കേസാണ് ഇത്. 6 കണ്ടോ 32 ആയിട്ട്, അതായത് ഇപ്പം പ്ലസ് ടുവിൽ മാത്രം 32 കിട്ടി. അപ്പോൾ പ്ലസ് വണ്ണിൽ 4 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവരെന്തായി, പാസ്സായി.
അപ്പോൾ +1 നിങ്ങൾ എത്ര കുറവാണ് ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് വന്നു ഇപ്പോൾ എത്ര കുറവാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. +2 മാത്രം ഇനി ആ ഒരു എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് പാസ് മാർക്ക് അല്ല അതിനപ്പുറം ഡബിൾ പാസും ഒക്കെ നേടാൻ പറ്റും. +1 മാർക്ക് ഒക്കെ ആ ഒരു സമയം കൊണ്ട് നേടാൻ പറ്റും. അങ്ങനെ നേടിയിട്ടുണ്ട് ഒത്തിരി കേസുകൾ ഞാനത് കാണിച്ചു തരാം. അതൊക്കെ നോക്കൂ നിങ്ങൾ. ഇതിനകത്ത് ഇത് കണ്ടില്ലേ 31 +2 മാത്രമാണ് ഈ 30 നമ്മൾ ബാക്കി 5 6 4 ഒക്കെ ഉണ്ടെങ്കിൽ പോലും പാസ് മാർക്ക് കിട്ടും. മനസ്സിലായില്ല? അങ്ങനെ ഒത്തിരി കേസുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത് പിന്നെ നമ്മുടെ ബാച്ചിലൊരു കേസാണ് കേട്ടോ. അതിനകത്ത് അപ്പോൾ സാം ബാച്ചിലെ കേസുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്. ഒരു വർഷം നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വീണ്ടും അവസരമുണ്ട്. നിങ്ങൾ അതിനകത്ത് കൃത്യമായി പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 മാർക്കും +2 മാർക്കും ഒക്കെ ആ ഒരു സമയം കൊണ്ട് നേടിയെടുത്തിട്ട് ഇന്നിപ്പം ഒരുപാട് നമ്മുടെ ഈ ബാച്ചിലുള്ളവരൊക്കെ പല കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട. അപ്പോൾ ഞാൻ പേടിക്കേണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇത്തവണ അതിനകത്ത് ചെറിയ ഡിലേ വരാം. നമ്മുടെ ഇത്തവണ വരാൻ സാധ്യത ഒരു മെയ്, ഞാൻ പറഞ്ഞു മെയ് ഒരു 15 ഒരു സമയത്തൊക്കെ ആയിരിക്കാം. പൊതുവെ ആ ഒരു 5 മുതൽ ആ ഒരു 15 ഇടയിലുള്ള സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പ്രോബബ്ലി +2 മെയ് 22 എന്ന് പറഞ്ഞാൽ ഒരു 3rd 4th വീക്കിലോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോകാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാൻ മറക്കണ്ട. എന്തായാലും എല്ലാവരും നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാകട്ടെ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളോടൊക്കെ ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.